ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ NCCയുടെ ഒരു സെലക്ഷൻ ക്യാമ്പിന് വേണ്ടിയാണ്. TSCയുടെ ക്യാമ്പിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഫസ്റ്റ് വെപ്പൺ കൈവച്ച് തൊടുന്നത് തന്നെ. അന്നേരം ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ക്യാമ്പ് നടന്നതൊക്കെ പുനലൂർ വെച്ചായിരുന്നു. അപ്പോൾ അവിടെ ഒരു റൈഫിൾ ക്ലബ്ബ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞ് അപ്പം അച്ഛൻ്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് പൊക്കോ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ നീ പൊക്കോളാനൊക്കെ പറഞ്ഞു. ഇത് സ്റ്റെയർ എന്ന് പറയുന്ന കമ്പനിയുടെ ലേറ്റസ്റ്റ് മോഡൽ വെപ്പണാണ്. അധികം ആൾക്കാരുടെ ഈ കണ്ടുവരാത്ത വെപ്പണാണ്, കാരണം ഈ ഇടയ്ക്ക് ലോഞ്ച് ചെയ്ത കമ്പനിയും കൂടാണ്. പിന്നെ ഈ വെപ്പണിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. ബാക്കി വെപ്പണിനെയൊക്കെ വെച്ച് നോക്കുമ്പം നമുക്കിത് വെയിറ്റ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പെസിഫൈഡ് ആയിട്ട് കളർ കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ വേൾഡ് റൈഫിളിനകത്ത് ഈ ഹയസ്റ്റ് സ്കോർ അടിക്കത്തില്ലേ, അപ്പം അതിൽ ഹയസ്റ്റ് സ്കോർ ഈ സ്റ്റെയറിൻ്റെ വെപ്പണിനെ അച്ചീവ് ചെയ്തേക്കുന്നു. ഇത്രയും നാളത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറയാൻ റിനൗണ്ട് ഷൂട്ടർ എന്നുള്ള ഒരു ടൈറ്റിൽ എനിക്ക് ഓൺ ചെയ്യാൻ പറ്റി കഴിഞ്ഞ നാഷണൽസ് ഗെയിമിനകത്ത്. പിന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് സ്കൂൾ ഗെയിംസിലോ നാഷണൽസിലോ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ ഇപ്പം ഞങ്ങളുടെ സ്കൂളിൽ നിന്നാണെങ്കിൽ പോലും എൻ്റെ കൂടെ 5 to 6 മെമ്പേഴ്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും സ്റ്റേറ്റ് വരെ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ്ലി പോകുന്നുണ്ട്. ബേസിക്കലി പറഞ്ഞാൽ ഫാമിലിയും സ്കൂളിലെ മെമ്പേഴ്സും എൻ്റെ ഈ ഒരു അച്ചീവ്മെൻറ്റിന് അവർ തന്നെയാണ് എന്താ പറയുക, നമ്മൾ ഫുൾ സപ്പോർട്ടെന്ന് പറയാം. സ്കൂളിലെ ഓരോ സാറുമാരാണെങ്കിലും ഇപ്പം ഞാൻ എവിടെയെങ്കിലും കോമ്പറ്റീഷന് പോവുകയാണെങ്കിൽ പോലും കഥ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടാണ്, വിളിച്ച് ചോദിക്കും. അങ്ങനെ എൻ്റെ ഈ അച്ചീവ്മെൻറ്റ് ഹാഫ് ആൻഡ് എബോ ഞാൻ ഞങ്ങളുടെ സ്കൂളിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ സ്പോർട്സ് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഷൂട്ടിംഗ് എന്നുള്ളൊരു ഈവൻറ്റ് എപ്പോഴും ഒരു നല്ലൊരു ചോയ്സായിട്ട് ഞാൻ പറയൂ. ബിക്കോസ് നമ്മൾ ഈ ഷൂട്ടിങ്ങിനെ ഇഷ്ടപ്പെട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൂടെ കാണും, നമുക്കങ്ങനെ ഇതിനെ വിട്ടുകളയാൻ തോന്നത്തില്ല. ഒരു നേരം നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ണിനായിട്ട് പോലും ഇത് തുടങ്ങി വെച്ചാൽ നമുക്ക് പിന്നെ നിർത്താനായിട്ടൊരിത് വരത്തില്ല.